ഒറ്റ കാര്യം കൂടി, ഇപ്പോൾ പരനാറിയായാലും നികൃഷ്ടജീവിയായാലും കുലം കുത്തിയായാലും ഒക്കെ അതൊക്കെ നേരത്തെ സെയ്ഫ് സൂചിപ്പിച്ചതുപോലെ വായിൽ നിന്ന് വീണു പോകുന്നതല്ല, കൃത്യമായി ആലോചിച്ചുറപ്പിച്ച് മാത്രമേ പിണറായി വിജയൻ പറയാറുള്ളൂ എന്ന് സെയ്ഫ് നേരത്തെ സൂചിപ്പിച്ചു. ആലോചിച്ചുറപ്പിച്ച് മാത്രമേ പറയാറുള്ളൂ, ഒപ്പം തന്നെ പറഞ്ഞ വാക്ക് പിന്നീട് മാറ്റിപ്പറയുകയോ അതിൻ്റെ പേരിൽ ക്ഷമ ചോദിക്കുകയോ മാപ്പ് ചോദിക്കുകയോ ഒരു സോറി പറയുകയോ ചെയ്ത ചരിത്രവും പിണറായി വിജയനില്ല. അപ്പോൾ ഈ ചെറ്റത്തരം എന്ന വാക്ക് കുറെ കൂടി കടന്നുപോയി, അത് വേണ്ടിയിരുന്നില്ല എന്ന ഒരു തരത്തിലുള്ള വിമർശനം പിണറായി വിജയനെതിരെ പല കോണുകളിൽ നിന്ന് ഉയരുന്നുണ്ട്. UDFും കോൺഗ്രസ് നേതാക്കളും അതൊരു ആയുധമായി ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ അതിന് മറുപടിയുമായി ജി സുധാകരൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പേരിൽ ആ വാക്ക് തിരിച്ചെടുക്കാനോ അതിൻ്റെ പേരിൽ ക്ഷമ ചോദിക്കാനോ പിണറായി ഇതിലും തയ്യാറാവില്ല എന്ന് തന്നെയല്ലേ കരുതേണ്ടത്? ഉറപ്പായിട്ടും പിണറായി വിജയൻ, നമ്മൾ സൈഫുദ്ദീൻ സൂചിപ്പിച്ച പ്രധാനപ്പെട്ട കാര്യമാണ്. പിണറായി വിജയൻ എന്തെങ്കിലും കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് ഇനി എന്തെന്ന് പറഞ്ഞാലും പുറകോട്ട് പോകുന്നൊരു രീതി അദ്ദേഹത്തിന് ഇല്ല. അതുകൊണ്ട് ഈ വാചകം ഇനി പറയുമോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. പക്ഷേ ആ പറഞ്ഞ വാചകത്തിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം അദ്ദേഹം ബോധപൂർവം തന്നെ പറഞ്ഞതാണ്. അദ്ദേഹം വെറുതെ ഒരു വായിൽ നിന്ന് വീണു പോയതല്ല ചെറ്റത്തരം എന്ന വാചകം, അത് ബോധപൂർവം തന്നെ പറഞ്ഞതാണ് എന്നുള്ളത് കൊണ്ട് അതിൽ നിന്ന് അദ്ദേഹം പിന്നോട്ട് പോകില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. അതിപ്പോൾ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഇങ്ങനെയുള്ള വാചകങ്ങളാണ് കത്തിച്ചെടുക്കുന്നത്. ഇപ്പോൾ പരനാറി പ്രയോഗം അത് കത്തിച്ചെടുത്തിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് സമയത്ത്. അതുപോലെ തന്നെ വിജയരാഘവൻ നടത്തിയ തെരഞ്ഞെടുപ്പ് സമയത്ത് നടത്തിയ എനിക്ക് തോന്നുന്നു ഇവർ മത്സരിച്ച സമയത്താണ്, ചിറയൻകീഴിലെ രമ്യ ഹരിദാസ് മത്സരിച്ച സമയത്താണെന്ന് തോന്നുന്നു, അവിടെ പോയി നടത്തിയ ചില പ്രയോഗങ്ങളുണ്ട്. അതൊക്കെ ആ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിച്ചിട്ടുള്ള വാചകങ്ങളാണ്. ഈ ചെറ്റത്തരം എന്ന പ്രയോഗം തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ അവർ നടത്തുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് KC വേണുഗോപാൽ അടക്കം ഇന്ന് വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം സൂചിപ്പിച്ചത്. മുഖ്യമന്ത്രി പണ്ടും ചില വാചകങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്, അദ്ദേഹം മാറി എന്നൊക്കെ പറയുന്നത് ചുമ്മാതാണ് എന്ന തരത്തിൽ അതിനെ പൊക്കിക്കൊണ്ട് വരുന്നുണ്ട്. സ്വാഭാവികമായിട്ടും അത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ചർച്ച ചെയ്യപ്പെടും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇനി അറിയേണ്ടത് ഇതിനുള്ള മറുപടിയാണ്. മുഖ്യമന്ത്രി പറഞ്ഞ കാര്യത്തിനുള്ള ജി സുധാകരൻ പറഞ്ഞ കാര്യത്തിനുള്ള മറുപടി മുഖ്യമന്ത്രിയിൽ നിന്ന് തന്നെ വരേണ്ടതാണ്. അത് നാളെയാണ് മുഖ്യമന്ത്രിയുടെ പ്രചരണ പരിപാടികൾ ആരംഭിക്കുന്നത്. പത്തനംതിട്ടയാണ് അതിൻ്റെ തുടക്കമുണ്ടാകുന്നത്. ആലപ്പുഴയിൽ മുഖ്യമന്ത്രി എത്തുന്നത് 2-ാം തീയതിയാണ്. ഈ 2-ാം തീയതി വരെ കാത്തിരിക്കില്ല ഈ മറുപടി പറയാൻ എന്ന് തോന്നുന്നു. മുഖ്യമന്ത്രിയുടെ മറുപടി എന്തായാലും ചിലപ്പോൾ നാളെ തന്നെ ഉണ്ടാകും. സുധാകരനെ രാഷ്ട്രീയമായി നേരിടാൻ വേണ്ടി CPM തീരുമാനിച്ചാൽ അത് രാഷ്ട്രീയമായി നേരിടും എന്ന് തന്നെയാണ്. സുധാകരനും അതുപോലെ CPMൻ്റെ തന്ത്രം അറിയുന്ന ആളാണ്. എങ്ങനെ കൈകാര്യം ചെയ്യണം ഒരാളെ, അല്ലെങ്കിൽ ഒരു സംവിധാനത്തെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന് കൃത്യമായി ബോധ്യമുള്ള ആളാണ്. അദ്ദേഹം അറ്റാക്ക് ചെയ്യാൻ തീരുമാനിച്ചാൽ അദ്ദേഹം തിരിച്ചും അറ്റാക്ക് ചെയ്യും. ഇങ്ങോട്ട് അറ്റാക്ക് ചെയ്യുമ്പോൾ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് അധികം CPM മിണ്ടാതിരിക്കില്ല. അതിനെ രാഷ്ട്രീയമായി നേരിടാൻ തീരുമാനിച്ചാൽ അതിനെ രാഷ്ട്രീയമായി നേരിടുക തന്നെ ചെയ്യും എന്നുള്ളത് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു വിഷയത്തിന് മുഖ്യമന്ത്രി ഇനി മറുപടി പറയാൻ കിടക്കുന്നു. ഫോൺ വിളിച്ചിട്ട് എടുത്തില്ല. മുഖ്യമന്ത്രിയുടെ ഫോണിൽ നിന്ന് തനിക്ക് ഫോൺ വന്നിട്ടില്ല, CM എന്നാണ് താൻ ഫോണിൽ സേവ് ചെയ്തിരിക്കുന്നത്, ആ ഫോണിൽ നിന്ന് കോൾ വന്നിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പിണറായി വിജയനെ വ്യക്തിപരമായി അറിയുന്ന ആൾക്കാർക്ക് ചില കാര്യങ്ങളുണ്ട്. സൈഫുദ്ദീൻ മുഖ്യമന്ത്രി ആവുന്ന സമയത്തിന് മുമ്പും പാർട്ടി സെക്രട്ടറി ആയിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഫോൺ വിളിച്ചാൽ പല പ്രശ്നങ്ങളുണ്ട്. പിണറായി വിജയന് അദ്ദേഹത്തിന് ഇടപെടുന്ന രീതിയിൽ, ആൾക്കാരോട് ഇടപെടുന്ന രീതിയിലൊക്കെ പലതരത്തിലുള്ള വിമർശനങ്ങളുണ്ടെങ്കിൽ ഫോൺ വിളിച്ച് പൂർണ്ണമായി ബെല്ലടിച്ച് അത് എടുത്തില്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹം തിരിച്ചു വിളിക്കുന്ന ഒരു രീതിയുണ്ട്. വ്യക്തിപരമായി എനിക്ക് പോലും അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. തിരുവനന്തപുരത്തുള്ള മാധ്യമപ്രവർത്തകർക്കല്ല അത് അറിയാവുന്നതുമാണ്. അതുകൊണ്ട് സുധാകരനെ മുഖ്യമന്ത്രി വിളിച്ചു എന്ന് പറയുന്നതിന് കുറച്ചുകൂടെ വിശ്വാസ്യതയുണ്ട് എന്ന് തോന്നുന്നു. അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ ജില്ലാ സെക്രട്ടറി R നാസർ അവിടെ എത്തി ഞാൻ വിളിച്ചു തരാമെന്ന് പറയുമ്പോൾ വേണ്ട ഞാൻ പിന്നീട് വിളിച്ചോളാം എന്ന് പറയേണ്ട കാര്യം ഇല്ലായിരുന്നു. ഇനി അതിനുള്ള മറുപടിയും അതുപോലെ തന്നെ ഇപ്പോൾ ഈ പറഞ്ഞ വിഷയത്തിനുള്ള മറുപടിയും അത് മുഖ്യമന്ത്രിയുടെ വായിൽ നിന്ന് തന്നെ വരാനാണ് സാധ്യത. അത് ഒരുപക്ഷെ നാളെ ഉണ്ടാകും. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ എന്തായാലും ഒരാൾ രാഷ്ട്രീയമായി അറ്റാക്ക് ചെയ്യുമ്പോൾ മൗനം പാലിച്ചിരിക്കുന്നത് രാഷ്ട്രീയ തന്ത്രമല്ല, അത് ഒളിച്ചോടുക എന്നുള്ളതും രാഷ്ട്രീയ തന്ത്രമല്ല, മറുപടി പറഞ്ഞു പോവുക എന്നുള്ളതാണ് രീതി. അത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇതിനുള്ള മറുപടി എന്തായാലും അധികം വൈകാതെ തന്നെ വരും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്ന കാര്യം. സൈഫുദ്ദീൻ, എന്തായാലും പിണറായി വിജയൻ വേഴ്സസ് ജി സുധാകരൻ, കടുത്ത വാക്പോരിലേക്ക്, കടുത്ത ഏറ്റുമുട്ടലിലേക്ക് ഇരു നേതാക്കളും പോകുന്നു. അങ്ങനെ പിണറായി വിജയനും ജി സുധാകരനും തമ്മിലൊരു വാക്പോരിലേക്ക് പോകുന്നതൊന്നും നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ച ഒന്നല്ല. അപ്രതീക്ഷിതമായ രാഷ്ട്രീയ പരിണിതികളാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ മുഖത്തുണ്ടാകുന്നത്. ഇനിയിപ്പോൾ ജി സുധാകരന് പിണറായി വിജയൻ എന്ത് മറുപടി നൽകും എന്നുള്ളതാണ് രാഷ്ട്രീയ കേരളത്തിന്റെ ആകാംക്ഷ. വരും ദിവസങ്ങളിൽ തന്നെ പൊതുപ്രചാരണ പരിപാടികൾ ആരംഭിക്കുകയാണ്. ആ വേദികളിൽ വെച്ച് എവിടെയെങ്കിലും വെച്ച് മുഖ്യമന്ത്രിയുടെ മറുപടി ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുകയാണ്.